ഈ പ്രഭാതത്തെ എന്നെ ശ്രമിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കിയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരു വലിയ സാക്ഷ്യം ആവശ്യമില്ലായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ തന്നെ 23-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് യേശു കർത്താവിൽ നിന്ന് വചനം കേൾക്കുവാൻ, പ്രസംഗം കേൾക്കുവാൻ അനേകർ തടിച്ചുകൂടിയിരുന്നു. അതിൽ തന്നെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായ അനേകരോട് ഉണ്ടായിരുന്നു. എന്നാൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടത്തെ കണ്ട് കർത്താവ് അവരെ ഏൽപ്പിക്കാതെ അവിടെ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യം കാണുവാൻ സാധിക്കും. അപ്പോൾ കർത്താവ് പറയുന്ന കാര്യമാണ്, മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കുക, തനിക്ക് ഒരുവനെ പറ്റി മറ്റൊരുവന്റെ സാക്ഷ്യം ആവശ്യമില്ല. നമ്മെ നന്നായി അറിയാവുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, അവൻ സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, അവൻ സർവജ്ഞാനിയാണ്. തൻ്റെ സർവജ്ഞാനത്താൽ തൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവരെ അവരുടെ വിശ്വാസം എങ്ങനെയുണ്ട്, അവർ ഏത് സാഹചര്യത്തിൽ കടന്നു വന്നു, അവരുടെ അവസ്ഥ എങ്ങനെയുണ്ട് എന്നുള്ളത് നന്നായി അറിയാവുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമ്മളെ കാണുന്ന ഒരു വ്യക്തിക്കും നമ്മുടെ ഉള്ള അവസ്ഥ അറിയുവാൻ സാധിക്കത്തില്ല. നമ്മൾ പറയുന്നതും നമ്മുടെ പുറമേ കാണുന്നതുമായ സാഹചര്യങ്ങൾ മാത്രമേ വിലയിരുത്തിയാണ് മറ്റുള്ളവർ നമ്മളോട് ഇടപെടുകയും പെരുമാറുകയും ചെയ്യുന്നത്. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, നമ്മുടെ ഉള്ള അവസ്ഥ ഏറ്റു പറയുമ്പോൾ, നമ്മെ നന്നായി അറിയുന്ന കർത്താവ് നമ്മളോട് സൗദാഹം കാണിക്കുകയും നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായ ദൈവമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത്, അനേകർ കടന്നു വന്നു, അവരുടെ വിശ്വാസമില്ലായ കൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് അവർക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ ഇടയായി തീർന്നില്ല. വിശ്വസിച്ചവർ അവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശതാധിപന്റെ വിശ്വാസം മൂലം കർത്താവ് തൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കി. എന്നാൽ കർത്താവ് എടുത്തു പറയുന്നുണ്ട്, തൻ്റെ വിശ്വാസം ഇസ്രായേലിൽ എങ്ങും ഇങ്ങനെയുള്ളൊരു വിശ്വാസം കണ്ടിട്ടില്ല. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊട്ടപ്പോഴേക്ക് അവൾ സൗഖ്യമായി. കർത്താവോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നാം പൊതുവെ കേൾക്കുന്ന ഒരു വാക്കാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ എങ്ങനെയുള്ള വിശ്വാസം, എന്ത് വിശ്വാസം നമ്മെ രക്ഷിക്കുകയില്ല. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് എൻ്റെ രക്ഷയ്ക്ക് നിദാനം കർത്താവാണ്, അവൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ഏവർക്കും, അവൻ ദൈവപുത്രനാണ്, അവൻ എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന ഏവർക്കും നിത്യരക്ഷ കരസ്ഥമാക്കുവാൻ ഇടയായിത്തീരും. അതുപോലെ കർത്താവ് അവൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്നുള്ള വചനം നാം വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ അടുക്കൽ ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മുടെ രോഗത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ നമ്മുടെ ദൈവം മധ്യായനാണ്. അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളും ജീവിതത്തിൻ്റെ ഭാരങ്ങളും നമ്മുടെ തലമുറയുടെ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏത് അനുഭവങ്ങളും നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം നമ്മെ വിടുവിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. നമ്മെ അറിയാവുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ സന്നിധി നമ്മളെ സമർപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹമായി വഴി നടത്തുവാൻ അവൻ സർവശക്തനാണ്. നമുക്ക് അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ഞങ്ങളിലുള്ളത് എന്തെന്ന് നന്നായി അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ അവസ്ഥ ഉള്ളതുപോലെ അറിയാവുന്ന കർത്താവ്, ഞങ്ങളുടെ സാഹചര്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന കർത്താവ്, അങ്ങയുടെ സന്നിധിയിൽ ഈ വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് പകല് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയായി തീരട്ടെ. മഹത്വം കർത്താവ് എടുത്തായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.